ചില വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ് എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ അവർക്കെല്ലാം സംശയം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറ്റുമോ, ഇത് അതിനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ പറ്റുന്നതെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പറ്റുമെങ്കിൽ എല്ലാ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്കും പാചകം പറ്റും, ഞാൻ ഉറപ്പ് തരാം. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പാചകത്തിനോട് ചേർന്നിട്ടുള്ള കാര്യമാണ് നമ്മളെ ക്ലീനിങ്, പാത്രം കഴുകൽ. അതൊക്കെ ഞാൻ ചെമ്മീനച്ചാർ ഉണ്ടാക്കുന്നതാണെന്ന്. ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഒരു 8-10 വർഷം മുമ്പ് വരെ എനിക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എല്ലാം വന്നതിന് ശേഷമാണ് കുറേ കൂട്ടായ്മകളും വായനാ ഗ്രൂപ്പുകൾ, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് നമ്മളുടെ അതേ അനുഭവങ്ങളിലൂടെ പോകുന്ന ആളുകളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുറേ റീഡിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സൗഹൃദ കൂട്ടായ്മ വോയിസ് ഓഫ് വിമൻ എന്ന് പറഞ്ഞിട്ട്, വോയിസ് ഓഫ് വിമൻ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിലൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ തന്നെ തിരുത്താൻ പറ്റിയിട്ടുള്ള, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതുപോലെ പിന്നെ കിട്ടാറുണ്ട്, അതുപോലത്തെ ഒരു മനോഭാവം വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ കുറേ പാരൻസും അതുപോലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ട് കുറേ കുട്ടികളും ഒക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോഴും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കാഴ്ചയില്ലാത്ത ആളുകൾക്കും അറിയാത്തതുണ്ട്, അതിപ്പോൾ അവരുടെ വീട്ടുകാർക്കും അറിയാത്ത ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ കുറേ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അനുഭവങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വേറെയാണ്, അത് ചർച്ച ചെയ്യാനുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് ചെറിയ കാര്യമൊന്നും അല്ല ചെയ്യുന്നത്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചോറിട്ട് നന്നായിട്ട് വടിച്ചെടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ക്ലീനിങ് വളരെ ഈസി ആയിരിക്കും, കാരണം വൃത്തികേടായ സ്ഥലം മാത്രം വൃത്തിയാക്കിയാൽ മതി. പക്ഷേ ഞങ്ങൾക്കെല്ലാം ആണെങ്കിൽ ഞങ്ങൾ എല്ലാ സ്ഥലവും ഒരുമിച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി ചിന്തിച്ചുകൂടാ, നമ്മൾ ചിന്തിച്ചാലാണ് പ്രശ്നം. എല്ലാ ദിവസവും ചെയ്താൽ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ, ബുദ്ധിമുട്ടില്ലാതെ.